ഹലോ ഗായ്സ്, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് വെറുതെ ഇരുന്നപ്പം തോന്നിയതാണ് ഇന്ന് മൂക്ക് കുത്താൻ പോയാലോ എന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ വെച്ച് പിടിച്ചു നമ്മുടെ MG റോഡിലുള്ള ഭീമയിലേക്ക്. അങ്ങനെ കുറേ എണ്ണം നോക്കി അവസാനം നമുക്ക് വേണ്ടുന്നത് സെലക്ട് ചെയ്തു. പിന്നെ നമ്മൾ എന്ത് വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാലും ഉണ്ടല്ലോ, അവിടെയുള്ള ബാക്കിയുള്ള ജ്വല്ലറിയെല്ലാം ഇട്ട് നോക്കുന്ന ശീലം എനിക്ക് നേരത്തെ ഉള്ളത് കൊണ്ടിട്ടുണ്ടല്ലോ, ഒരു മൂക്കുത്തി വാങ്ങിക്കാൻ പോയാൽ ഞാൻ ഇട്ട് നോക്കിയതേ എൻ്റെ ഈ ഡയമണ്ട് നെക്ലസിലാണ്. നോക്കുക എങ്ങനെയുണ്ടെന്ന്. 6 ലക്ഷം രൂപയുടെ ഡയമണ്ട് നെക്ലസ് ആണ് ഇട്ടിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നില്ല, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇത് കണ്ടില്ലേ, ഉരുളി കമത്തിയ പോലത്തെ ഒരു ജിമിക്കി. പിന്നെ ഞങ്ങൾ തട്ടാനെടുക്കാൻ ചെന്ന് അവിടെ ഇങ്ങനെ നോക്കി ഓരോന്ന് എന്താ ചെയ്യുന്നതെന്നൊക്കെ നോക്കിയിരുന്നപ്പോൾ അവിടെ വേറൊരാളുടെ കുത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടായിരുന്നു ഞങ്ങളുടെ ടേൺ വന്നത്. അങ്ങനെ എൻ്റെ കൂടെ വന്ന 2 പേരും നേരത്തെ കുത്തി കഴിഞ്ഞപ്പോൾ അവിടെ എങ്ങും ആരും ഉണ്ടായിരുന്നില്ല. എൻ്റെ ടേൺ ആയപ്പോൾ ഉണ്ടല്ലോ, ഒരുപാട് ആൾക്കാർ അതിൻ്റെ അകത്ത് കയറി വന്നു. അതിൻ്റെ അകത്ത് കുറച്ച് പയ്യന്മാരുണ്ടായിരുന്നു. അവർ പറയാം, ചേച്ചി കരയുമോ, ഒത്തിരി കരച്ചിൽ വന്നു കഴിഞ്ഞാൽ കളിയാക്കുമോ എന്നൊക്കെ പറഞ്ഞ് ഞാനതുകൊണ്ട് കരയാതെ കടിച്ചു പിടിച്ചിരുന്നു ഗൈസ്. അത്രയും നേരം ധൈര്യം സംഭരിച്ചിരുന്ന ഞാനുണ്ടല്ലോ, ഇവരെ എല്ലാവരെയും കൂടെ കണ്ടപ്പോഴത്തേനും ചെറിയൊരു ടെൻഷനായി. പിന്നെ ഇവർ കരഞ്ഞു കഴിഞ്ഞാൽ കളിയാക്കുമോ എന്നുള്ളത്. എനിക്ക് മുന്നേ കുത്തിയ 2 പേരുടെ കണ്ണിൽ നിന്നും ഇഷ്ടം പോലെ വെള്ളം വന്നത് കൊണ്ടിട്ട് എനിക്ക് ഉറപ്പായിരുന്നു എനിക്കും വേദന എടുക്കുമെന്നുള്ളത്. പിന്നെ തട്ടാൻ എൻ്റെ അടുത്ത് വന്നു. പുള്ളി ആദ്യം ഒരു പഞ്ഞിയിൽ ഇത്തിരി സാനിറ്റൈസർ എടുത്ത് മൂക്കിലൊക്കെ നന്നായിട്ട് തുടച്ച്, എന്നിട്ടൊരു പെണ്ണുകൊണ്ട് അവിടെ ഒരു പോയിൻ്റ് ഇട്ടു. എന്നിട്ടത് കറക്റ്റ് അളവാണോ എന്നൊക്കെ നമ്മുടെ മൂക്കൂത്തിയൊക്കെ വെച്ച് നോക്കി എല്ലാം കഴിഞ്ഞത് ഓക്കെ ആണെന്ന് പുള്ളിക്ക് തോന്നിയപ്പം തന്നെയാണ് പുള്ളി എന്നിട്ട് കുത്താനായിട്ട് എടുത്തത്. കുത്താനായിട്ട് എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ പുള്ളിക്ക് ഒരു മയം ഉണ്ടായിരുന്നില്ല. ഒറ്റ കുത്തിന് തന്നെ പുള്ളി അകത്ത് കയറ്റി. എല്ലാം കൂടി ഒരു 10 സെക്കൻഡ് അങ്ങേയറ്റം അവിടെ ഓട്ട വീണ്. എത്രയൊക്കെ കരയരുതെന്ന് വിചാരിച്ചാലും ആ സമയത്ത് നമ്മുടെ കണ്ണിൽ നിന്ന് നമ്മൾ പോലും അറിയാതെ വെള്ളം വരും. പക്ഷേ കുത്തി കഴിഞ്ഞ് കുറച്ച് നേരത്തേനുണ്ടല്ലോ, ഏതാണ്ട് ഒരു മരവിച്ച അവസ്ഥയായിരുന്നു. വേദനയൊന്നും അറിഞ്ഞില്ല. ഇപ്പം ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയം രാത്രിയിലൊക്കെ എനിക്ക് നല്ല വേദനയുണ്ട്. ഇത് കുത്താൻ പോകുമ്പോൾ ഉണ്ടല്ലോ, അത് കഴിഞ്ഞിട്ടുള്ള വേദനയെപ്പറ്റി ഞാൻ ചിന്തിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഉണ്ടല്ലോ, എനിക്ക് ചിരിക്കാനും വയ്യ, ഒന്നും വയ്യ. ഇതുപോലെയായിരുന്നു ഗൈസ് ഞാൻ ടാറ്റു കുത്താൻ പോയത്. ഒരു മയിൽപ്പീലി അടിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ പോയി പല കളറൂടെ വന്നിട്ട് അവർ നമ്മൾ ആദ്യം ടാറ്റു ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ശരീരം ഒന്ന് ചെറുതായിട്ടൊന്ന് മരവിപ്പിക്കുമല്ലോ. അങ്ങനെ ആ മരവിപ്പെല്ലാം കഴിഞ്ഞിട്ടും ടാറ്റു ചെയ്ത് തീർന്നില്ല. പിന്നെ അങ്ങോട്ട് പച്ചയ്ക്ക് ചെയ്ത് ലാസ്റ്റ് അങ്ങോട്ട് ചിരിച്ചുകൊണ്ട് പോയി ഞാൻ തിരിച്ച് കരഞ്ഞു കൂവി എന്നെ എടുത്തുകൊണ്ട് വരുമായിരുന്നു ഒരാഴ്ചയേട്ടൻ. അതിൽ പിന്നെ എനിക്ക് ടാറ്റു എന്നുള്ള ആഗ്രഹം ഉണ്ടായിട്ടില്ല. അത് കഴിഞ്ഞ് വന്നതാണ് ഈ മൂക്ക് കുത്തുന്നത്. മൂക്ക് കുത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് അന്നേരം അങ്ങനെ തോന്നിയില്ലെങ്കിലും ഉണ്ടല്ലോ, രാത്രിയായപ്പോൾ ഈ സെയിം അവസ്ഥ തന്നെയായിരുന്നു. എനിക്ക് നല്ല പെയിൻ ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അറിയാതെ ചൊറിയുമ്പോഴും ഒക്കെ. പക്ഷേ ഉണ്ടല്ലോ, ഇതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസാണ്. നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ഒരു ആഗ്രഹം സാധിക്കാൻ പോകുന്നു. ഒട്ടും നമ്മൾ അതിനെപ്പറ്റി തിങ്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതിന് മുന്നേ ഉള്ള ഒരു ദിവസം പോലും തിങ്ക് ചെയ്യാതെ പെട്ടെന്ന് പോയി നമ്മൾ ചെയ്തിട്ട് നമ്മൾ വീട്ടിൽ വരുമ്പോൾ ഉള്ള ഒരു ഇതില്ലേ. പക്ഷേ അതിൽ ഞാൻ ഹാപ്പി ആയിരുന്നു കേട്ടോ. മൊത്തത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇട്ടിട്ട് നല്ലതാണെന്ന് എല്ലാവരും പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. നിങ്ങളും തീർച്ചയായും കമൻറ്റ് ചെയ്യണം എങ്ങനെയുണ്ടെന്ന് കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.